4 സെന്റിന്റെ കുരുക്കഴിഞ്ഞ് കേന്ദ്ര EWS. ഫാദർ ജെയിംസ് കൊക്കവയലിൽ ദീപിക ദിനപത്രത്തിൽ എഴുതിയ ലേഖനം ശ്രദ്ധേയമാകുന്നു. സംവരണത്തിന്റെ ആനുകൂല്യം ലഭിക്കാതിരുന്ന സുറിയാനി ക്രിസ്ത്യാനികൾ, നായർ, ബ്രാഹ്മണ തുടങ്ങിയ ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങളിലെ സാമ്പത്തിക പിന്നോക്കക്കാർക്ക് സർക്കാർ ജോലികളിലും സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷനുകളിലും 10% സംവരണം അനുവദിച്ചുകൊണ്ട് 103-ാം ഭരണഘടനാ ഭേദഗതി ഐ പ്രകാരം 2019-ൽ കേന്ദ്ര സർക്കാരും തുടർന്ന് 2020-ൽ കേരള സർക്കാരും നടപ്പിലാക്കിയ സംവിധാനമാണ് EWS അഥവാ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് റിസർവേഷൻ. ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും വ്യത്യസ്ത മാനദണ്ഡങ്ങളാണ് ഉള്ളത്. ഇതിൽ കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങളെക്കുറിച്ചും അവയിൽ ഗുണഭോക്താക്കൾക്ക് അനുകൂലമായി വന്നിട്ടുള്ള പുതിയ ഉത്തരവുകളെക്കുറിച്ചുമാണ് ഈ ലേഖനത്തിൽ പരാമർശിക്കുന്നത്. കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ. കേന്ദ്ര സർക്കാരിന്റെ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ 4 മാനദണ്ഡങ്ങളാണ് ഉള്ളത്. കുടുംബത്തിന്റെ ആകെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപ വരെ, കൃഷിഭൂമി 5 ഏക്കർ വരെ, വീട് 1000 സ്ക്വയർ ഫീറ്റ് വരെ, റെസിഡൻഷ്യൽ പ്ലോട്ട് പഞ്ചായത്തുകളിൽ 4.13 സെന്റ് വരെ, മുനിസിപ്പാലിറ്റികളിൽ 2.1 സെന്റ് വരെ എന്നിവയാണ് മാനദണ്ഡങ്ങൾ. ഒരു കുടുംബത്തിന്റെ, അതായത് അപേക്ഷിക്കുന്ന വ്യക്തി, മാതാപിതാക്കൾ, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്നിവരുടെ ആകെ വരുമാനവും ആസ്തിയും മേൽപ്പറഞ്ഞവയിൽ കൂടാൻ പാടില്ല. കേന്ദ്ര മാനദണ്ഡത്തിലെ അശാസ്ത്രീയത. കേന്ദ്ര EWS മാനദണ്ഡങ്ങൾ വടക്കേ ഇന്ത്യയിലെ സാമൂഹിക സാഹചര്യങ്ങൾ അനുസരിച്ച് രൂപപ്പെടുത്തിയതാണ്. വടക്കേ ഇന്ത്യയിൽ ആളുകൾ താമസിക്കുന്ന വീടുകൾ ഒരുമിച്ച് ഒരു ഭാഗത്തും അവരുടെ കൃഷിസ്ഥലങ്ങൾ മറ്റൊരിടത്തുമാണ്. അതുകൊണ്ടാണ് 5 ഏക്കർ വരെ കൃഷിഭൂമി പഞ്ചായത്തുകളിൽ 4.13 സെന്റ് വരെയും മുനിസിപ്പാലിറ്റികളിൽ 2.1 സെന്റ് വരെയും റെസിഡൻഷ്യൽ പ്ലോട്ട് എന്നിങ്ങനെ വേർതിരിച്ച് 2 മാനദണ്ഡങ്ങൾ പ്രാബല്യത്തിൽ വന്നത്. എന്നാൽ കേരളത്തെ സംബന്ധിച്ച് ഇവ അശാസ്ത്രീയമായി മാറുന്നു. കാരണം കേരളത്തിൽ ഭൂരിഭാഗം ആളുകളുടെയും വീടും സ്ഥലവും ഒരുമിച്ചു തന്നെയാണ്. പലയിടത്തും കൃഷിസ്ഥലമെന്നോ റെസിഡൻഷ്യൽ പ്ലോട്ട് എന്നോ വ്യത്യാസമില്ല. കേരള സർക്കാർ തന്നെയും ഭൂമിയെ ഇപ്രകാരം തരംതിരിച്ചിട്ടില്ല. കേരളത്തിന്റെ കുരുക്ക്. സംസ്ഥാന റവന്യൂ വകുപ്പിലെ തഹസിൽദാറാണ് കേന്ദ്ര മാനദണ്ഡപ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ പരിശോധിച്ച് അനുവദിച്ചു തരേണ്ടത്. എന്നാൽ കേരളത്തിലെ EWS വിരുദ്ധ ലോബി ശക്തമായി ഇടപെടുകയും കേന്ദ്ര മാനദണ്ഡങ്ങളിലെ മുകളിൽ പറഞ്ഞ അശാസ്ത്രീയത മുതലെടുക്കുകയും ചെയ്തു. അവർ തന്ത്രപൂർവ്വം കേന്ദ്ര ഉത്തരവുകളിലെ റെസിഡൻഷ്യൽ പ്ലോട്ട് എന്നത് സംസ്ഥാന സർക്കാർ ഉത്തരവുകളിൽ ഹൗസ് പ്ലോട്ട് എന്നാക്കി മാറ്റി. റെസിഡൻഷ്യൽ പ്ലോട്ട് എന്നാൽ നിലവിൽ താമസിക്കുന്ന സ്ഥലം എന്നു മാത്രമാണ് അർത്ഥം. എന്നാൽ ഹൗസ് പ്ലോട്ട് എന്നതിന് സംസ്ഥാനം കൊടുത്ത വ്യാഖ്യാനം വീട് പണിയാൻ അനുയോജ്യമായ ഏതൊരു സ്ഥലവും എന്നാണ്. അതായത് ആധാരത്തിൽ പുരയിടം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഏത് സ്ഥലവും ഹൗസ് പ്ലോട്ടായി കണക്കാക്കി. ഹൗസ് പ്ലോട്ട് എന്നത് പുരയിടം എന്നതിന്റെ ഇംഗ്ലീഷ് പദമായി വ്യാഖ്യാനിച്ചു. വീടിന്റെ ചുറ്റുപാട് മാത്രം റെസിഡൻഷ്യൽ പ്ലോട്ടായി കണക്കാക്കേണ്ടിയിരുന്നിടത്ത് ഒരു കുടുംബത്തിന്റെ കൈവശമുള്ള കരഭൂമി മുഴുവൻ ഹൗസ് പ്ലോട്ടായി കണക്കാക്കി. തൽഫലമായി 4.13 സെന്റിൽ കൂടുതലുള്ള ആർക്കും 4.5 സെന്റ് സ്ഥലം മാത്രമുള്ള അതിദരിദ്രനു പോലും BPL, AAY, PHH റേഷൻ കാർഡുകളുള്ള അത്താഴ പട്ടിണിക്കാർക്കു പോലും കേന്ദ്ര മാനദണ്ഡപ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് നിരസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. ദ്രോഹത്തിന്റെ ആഴം. സംസ്ഥാന സർക്കാരും EWS വിരുദ്ധ ലോബിയും ചേർന്ന് കഠിന ദ്രോഹമാണ് കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളോടും നായർ, ബ്രാഹ്മണ വിഭാഗങ്ങളോടും മറ്റും ചെയ്തത്. 2019 മുതൽ 2024 വരെ ഈ വിഭാഗത്തിലെ യുവാക്കൾക്ക് ലഭിക്കേണ്ട 10,000-കണക്കിന് വിദ്യാഭ്യാസ തൊഴിൽ അവസരങ്ങളാണ് നഷ്ടപ്പെടുത്തിക്കളഞ്ഞത്. ഈ അവസരങ്ങൾ പകരം കേരളത്തിൽ ഒരു വിഭാഗത്തിനും ലഭിച്ചിട്ടില്ല. കാരണം അവ EWS കോട്ടയായിരുന്നു. അത് മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കാണ് ലഭിച്ചിട്ടുള്ളത്. തൊഴിലില്ലായ്മ പരിഹരിക്കും എന്ന് പല്ലവി പാടി നടക്കുന്ന സംസ്ഥാന സർക്കാരിന് എന്ത് ആത്മാർത്ഥതയാണ് ഇവിടുത്തെ യുവജനങ്ങളോടുള്ളത്? കേന്ദ്ര നടപടി. കേന്ദ്ര മാനദണ്ഡത്തിലെ ഈ അശാസ്ത്രീയതയും കേരള സർക്കാരിന്റെ ദുർവ്യാഖ്യാനവും ചൂണ്ടിക്കാട്ടി സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷനും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കാർപ്പ് ഡിപ്പാർട്ട്മെന്റും മറ്റ് പല സംഘടനകളും കേന്ദ്ര സർക്കാരിന് പരാതികൾ അയച്ചു. ശ്രീ തോമസ് ചാഴികാടൻ MP ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചു. ഇപ്രകാരം പലവിധത്തിലുള്ള ഇടപെടലുകളുടെ ഫലമായി 2022 സെപ്റ്റംബർ 19-ന് കേന്ദ്ര സർക്കാർ EWS സംബന്ധിച്ച വിവിധ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും അതിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളിലെയും ചീഫ് സെക്രട്ടറിമാർക്ക് വിജ്ഞാപനം നൽകി. ഈ വിജ്ഞാപനത്തിന്റെ 9-ാം നമ്പർ ചോദ്യവും ഉത്തരവും ഇപ്രകാരമാണ്. ചോദ്യം 9. ഒരു വ്യക്തി കൃഷിഭൂമിയിൽ വീട് വെച്ചാൽ പ്രസ്തുത സ്ഥലം റെസിഡൻഷ്യൽ പ്ലോട്ടായാണോ കൃഷിഭൂമിയായാണോ പരിഗണിക്കുക? ഉത്തരം:
റെസിഡൻഷ്യൽ കെട്ടിടം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ കെട്ടിട നിർമ്മാണ ചട്ടമനുസരിച്ചുള്ള കവേർഡ്, അൺകവേർഡ് ഏരിയകളും മാത്രമേ റെസിഡൻഷ്യൽ പ്ലോട്ടായി കണക്കാക്കേണ്ടതുള്ളൂ. ഇപ്രകാരമുള്ള റെസിഡൻഷ്യൽ പ്ലോട്ടിന് പുറത്ത് കാർഷിക ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ഭൂമിയെ കാർഷിക ഭൂമിയായും കണക്കാക്കാം. ഈ വർഗീകരണം EWS സംവരണത്തിന് മാത്രം ബാധകമായിരിക്കുന്നതാണ്. ഇതുപ്രകാരം വീടും പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പൽ നിയമപ്രകാരമുള്ള മിനിമം സെറ്റ് ബാക്ക് ഏരിയയും ചേർന്ന ഭാഗം മാത്രം റെസിഡൻഷ്യൽ പ്ലോട്ട് അല്ലെങ്കിൽ ഹൗസ് പ്ലോട്ടായി കണക്കാക്കിയാൽ മതിയാവും. ബാക്കി സ്ഥലം കൃഷിസ്ഥലമാണ്. സംസ്ഥാനത്തിന്റെ നിസ്സംഗത. കേന്ദ്രം വ്യക്തമായ സ്പഷ്ടീകരണം നൽകിയിട്ടും സംസ്ഥാനം നിസ്സംഗത തുടരുകയാണ് ചെയ്തത്. കേന്ദ്ര ഉത്തരവുമായി EWS സർട്ടിഫിക്കറ്റ് നേടാൻ റവന്യൂ അധികാരികളെ സമീപിച്ചവർക്ക് ലഭിച്ച മറുപടി തങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥരാണെന്നും കേന്ദ്ര ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് സംസ്ഥാനം ഒരു ഉത്തരവുകൂടി ഇറക്കിയെങ്കിൽ മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കൂ എന്നുമായിരുന്നു. തുടർന്ന് സംസ്ഥാനത്തിന്റെ ഉത്തരവിനായി നെട്ടോട്ടമായിരുന്നു. നിരവധി പരാതികൾ വിവിധ തലങ്ങളിൽ നിന്ന് നൽകിയിട്ടും സംസ്ഥാന സർക്കാർ അനങ്ങിയില്ല. ഇതുമൂലം കഴിഞ്ഞ 2 വർഷങ്ങളിൽ അഖിലേന്ത്യാ തലത്തിൽ ലഭിക്കേണ്ടിയിരുന്ന അനേകായിരം അവസരങ്ങൾ കേരളത്തിലെ സംവരണരഹിത യുവാക്കൾക്ക് നഷ്ടപ്പെട്ടു. ഇതേ തുടർന്ന് അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ കേരള ഹൈക്കോടതിയിൽ ഹർജി നൽകി അനുകൂലമായി വിധി സമ്പാദിച്ചു. ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളിലെ 80-20 എന്ന അനീതിപരമായ അനുപാതത്തിനെതിരെ ഐതിഹാസികമായ നിയമപോരാട്ടം നടത്തി അനുകൂല വിധി നേടിയെടുത്ത ഇദ്ദേഹം നടത്തിയ ഈ നിയമപോരാട്ടവും വലിയൊരു ജനസമൂഹത്തിന് സുപ്രധാനമായ നേട്ടമായി മാറിയിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ പ്രത്യേകം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. ഹൈക്കോടതി ആദ്യം നൽകിയ ഉത്തരവ് നടപ്പിലാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ല. തുടർന്ന് അദ്ദേഹം കോടതിയലക്ഷ്യ ഹർജി നൽകിയതിനു ശേഷം ഹൈക്കോടതിയുടെ അന്ത്യശാസനത്തെ തുടർന്നാണ് കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കിക്കൊണ്ട് ഈ നവംബർ 27-ന് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിന്റെ പ്രസക്ത ഭാഗം ചുവടെ ചേർക്കുന്നു. നമ്പർ 4. മേൽ വിവരിച്ച സാഹചര്യത്തിൽ EWS ആവശ്യങ്ങൾക്ക് ഭൂവിസ്തൃതി കണക്കാക്കുമ്പോൾ കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് 2019 ചട്ടം 26-ന് താഴെ 4-ാം നമ്പർ പട്ടികയിലും കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് 2019 ചട്ടം 26-ന് താഴെ 4-ാം നമ്പർ പട്ടികയിലും പറഞ്ഞിട്ടുള്ള വിസ്തൃതിയിലുള്ള കെട്ടിടങ്ങൾക്ക് നിഷ്കർഷിച്ചിട്ടുള്ള സെറ്റ് ബാക്ക് ഏരിയ കണക്കാക്കിയ ശേഷം അതും ബിൽഡപ്പ് ഏരിയയും കവേർഡ് ഏരിയയും ചേർന്നുള്ള ഭാഗം ഒഴിച്ച് ബാക്കി ഭൂമി കൃഷിഭൂമിയായി കണക്കാക്കാവുന്നതാണെന്നും ഉത്തരവാകുന്നു. ഈ ഉത്തരവനുസരിച്ച് 1000 സ്ക്വയർ ഫീറ്റോ അതിൽ താഴെയോ വീടിന് വിസ്തീർണമുള്ളതും 5 ഏക്കർ വരെ കൃഷിഭൂമിയും 8 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള എല്ലാ സംവരണരഹിത കുടുംബങ്ങളിലെയും അംഗങ്ങൾക്ക് കേന്ദ്ര EWS സംവരണം നേടാനുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അനന്ത സാധ്യതകൾ. കേന്ദ്ര സർക്കാർ മാനദണ്ഡപ്രകാരമുള്ള EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുക എന്നത് നിസ്സാര കാര്യമല്ല. സിവിൽ സർവീസ്, SSC, UPSC, റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, വിവിധ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കിന്റെ IBPS എക്സാം എന്നിങ്ങനെ നിരവധി മത്സര പരീക്ഷകളിലൂടെ നിയമിക്കുന്ന വേക്കൻസികളിൽ 10% സംവരണം ലഭിക്കും. കേന്ദ്ര സർക്കാരിൽ ഒരു വർഷം 1 ലക്ഷത്തോളം വേക്കൻസികളാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ഉണ്ടാകുന്നത്. ഇവയിൽ ബഹുഭൂരിപക്ഷത്തിലും 10% സംവരണം ലഭിക്കും. കോവിഡ് കാലത്തും മറ്റും നികത്താതെ പോയ ഒഴിവുകളിലേക്ക് ഉൾപ്പെടെ ഇപ്പോൾ ധാരാളം നോട്ടിഫിക്കേഷനുകൾ വന്നുകൊണ്ടിരിക്കുന്നു. കൂടാതെ കേന്ദ്ര യൂണിവേഴ്സിറ്റികൾ, കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി ലോകോത്തര നിലവാരമുള്ള IIT, IIM ഉൾപ്പെടെ എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലും അഡ്മിഷന് 10% സംവരണം ലഭിക്കും. നീറ്റ് പരീക്ഷ, എയിംസ് പ്രവേശനം ഉൾപ്പെടെ MBBS നഴ്സിംഗ് മേഖലയിൽ കേന്ദ്ര സർക്കാർ സീറ്റുകളിൽ പ്രവേശനം നേടിയെടുക്കാൻ സാധിക്കും. ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത് വഴിയായി സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാകുന്നില്ല എന്നു മാത്രമല്ല, വളരെ മൂല്യമുള്ള സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുകയും ഉയർന്ന ജോലികൾക്ക് അവസരമൊരുങ്ങുകയും ചെയ്യും. UGC, നെറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾ പാസ്സാകാനും മാർക്ക് ഇളവ് ലഭിക്കുന്നു. എങ്ങനെ പ്രയോജനപ്പെടുത്തണം? ഇത് നമ്മുടെ കുട്ടികൾക്ക് വലിയൊരു അവസരമാണ് തുറന്നു തരുന്നത്. കേരളത്തിൽ സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും ഒരു പരിധിവരെ മികച്ച വിദ്യാഭ്യാസം ലഭിക്കുന്നതിനാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ പരിമിതമായ വിദ്യാഭ്യാസ സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന EWS കുട്ടികളോട് മത്സരിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മികവ് പുലർത്താനും അവസരങ്ങൾ നേടിയെടുക്കാനും സാധിക്കും. ചില ഏജൻസികളുടെ മധുരവാക്കുകളിൽ മയങ്ങി വിദേശങ്ങളിൽ പോയി കുടുംബത്തിന് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുകയും തട്ടിപ്പിനിരയാവുകയും ചെയ്യാതെ മികച്ച ശമ്പളത്തോടുകൂടി നാട്ടിൽ മാന്യമായ ജീവിതം കരുപിടിപ്പിക്കാനുള്ള സുവർണാവസരം
അവസരമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത്. ചെറുപ്പം മുതലേ ഒരു കരിയർ ഓറിയന്റേഷൻ ഉണ്ടാവുകയും +2 ഡിഗ്രി കോഴ്സുകളോടൊപ്പം PSC, UPSC, SSC, ബാങ്കിംഗ് കോച്ചിങ്ങുകൾ നടത്തുകയും ചെയ്യുന്ന കുട്ടികൾക്ക് കേന്ദ്ര EWS കൂടിയുണ്ടെങ്കിൽ ഡിഗ്രി പൂർത്തിയാകുന്നതോടുകൂടി മികച്ച കരിയർ സ്വന്തമാക്കാം. പോരാട്ടം തുടരാം. ഈ ഉത്തരവ് നേടിയതുകൊണ്ട് മാത്രം EWSുമായി ബന്ധപ്പെട്ട് സമുദായ സ്നേഹികളുടെ പോരാട്ടം അവസാനിക്കുന്നില്ല. 3 വർഷം കൂടുമ്പോൾ EWS മാനദണ്ഡങ്ങൾ പുതുക്കുമെന്ന വാഗ്ദാനം 5 വർഷമായിട്ടും സർക്കാർ നടപ്പാക്കിയിട്ടില്ല. EWS വിരുദ്ധ ലോബിയുടെ സമ്മർദ്ദങ്ങളും വ്യാജ പ്രചരണങ്ങളും വ്യാപകമാണ്. അവയോട് നിരന്തരം പ്രതികരിക്കേണ്ടതുണ്ട്. പാവപ്പെട്ട ആളുകൾ ചെല്ലുമ്പോൾ വ്യാജ ന്യായങ്ങൾ നിരത്തി സർട്ടിഫിക്കറ്റ് നിഷേധിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരെ നിയമപരമായി തന്നെ നിലയ്ക്ക് നിർത്തേണ്ടതുണ്ട്. ഇപ്പോഴും സംവരണ-രഹിത സമൂഹങ്ങളിൽ EWSന്റെ പ്രയോജനം മനസ്സിലാക്കാത്തവരുണ്ട്. അവരെ ബോധവൽക്കരിക്കേണ്ടതുണ്ട്. ഇക്കാര്യങ്ങൾ പ്രധാന കർത്തവ്യങ്ങളായി ഏറ്റെടുത്ത് നിർവഹിക്കാൻ സമുദായ സ്നേഹികളും സമുദായ സംഘടനകളും മുന്നോട്ടുവരണം.